ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ ഗൈഡൻസ് അല്ലെങ്കിൽ ഡിവൈൻ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. കണ്ടില്ലേ, ഇവിടെ പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു ജീവിതം. ഈ പ്രതീക്ഷകളൊക്കെ ഒന്ന് സഫലമാകുന്നു. അവിടെ ഒരു തുടക്കം വരികയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദൈവികമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു, ദൈവത്തിന്റെ സ്നേഹം. അതുപോലെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പുതിയൊരു പ്രണയം തുടങ്ങുന്നുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ മറ്റേ ഏത് കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്, ഏത് കാര്യത്തിൻ്റെയും ഒരു തുടക്കം വരാം. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ തുടക്കം നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ സാധിക്കുന്നു. അവിടെ വളരെയധികം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കണ്ടില്ലേ, ഈ കപ്പ് നിറയെ സ്നേഹമാണ്. സ്നേഹവും പൂക്കളും അതുപോലെ തന്നെ വളരെയധികം പരിശുദ്ധി നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ ഒരു എനർജിയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകും. നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആരെങ്കിലും ഇന്ന് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് പറയാനും, അല്ലെങ്കിൽ വളരെയധികം സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യത. ഇനി അതുമല്ല, നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ വന്നു ചേരാനുള്ള സാധ്യത. ഇനി അതുമല്ല, മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ ഒരു തുടക്കം, ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യത്തിന് ഒരു തുടക്കം കുറിക്കാം. മനസ്സിലായോ? ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ, നിങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു സന്ദർഭമോ, എന്തായാലും നിങ്ങൾക്ക് സന്തോഷം തരുന്നത് എന്താണോ അത്ര ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നയൻ ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ. വളരെ വളരെ ആവേശത്തോടു കൂടി നിൽക്കുന്നു. വളരെ വളരെ ആവേശം തരുന്ന എനർജിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്, ഒരു കാര്യത്തിനൂടെ വെയിറ്റിംഗ് ഉണ്ട്. പക്ഷെ അത് വളരെയധികം സന്തോഷം തരുന്ന എനർജിയാണ്. ഇവിടെ ഒരു സഫലതയുടെ എനർജി ഉണ്ട്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കൂടെ നമുക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് കംപ്ലീഷൻ നടക്കുന്നു, ഒരു പരിപൂർണത ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ പരിപൂർണത ഇവിടെ വരാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. അപ്പോൾ പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ട്. അവിടെ എന്തെങ്കിലും കൂടെ ഒരു കാര്യം കൂടെ വന്നു ചേരണം. അവിടെയാണ് ഒരു കംപ്ലീഷൻ നടക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിന്റെ ഒരു തോന്നലാണ്. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ആവേശത്തോടുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഇവിടെ സാധിക്കും. ചിലപ്പോൾ ഈ ഒരു എനർജി ആവാം, ഏസ് ഓഫ് കപ്സിന്റെ എനർജി ആവാം. മനസ്സിലായി? ഈ ഒരു സ്നേഹം വരാനോ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം വരാനോ വേണ്ടി ആയിരിക്കണം. അടുത്തായിട്ട് നമുക്ക് 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ജീവിതത്തിൽ ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നു. പെന്റക്കിൾ എന്ന് പറയുമ്പോൾ പെന്റക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ് വർഗോ കാപ്രിക്കോൺ എനർജി. ഇവിടെ ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഫുൾ മൂണിന്റെ എനർജിയാണ്. അപ്പൊ ഇവിടെ ബാലൻസിങ് എന്ന് പറയുന്നത് ഇവിടെ ബുദ്ധിപൂർവ്വം മുന്നോട്ട് പറ്റിക്ക. സാമ്പത്തികമുണ്ട്, പക്ഷെ അതിന് ബാലൻസ് ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് ഇവിടെ ജീവിതത്തിലെ പരാജയം എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലായിട്ടുണ്ടാവണം അല്ലേ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തികളാണെന്നാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് മുന്നോട്ട് ചില നീക്കങ്ങൾ എടുക്കാനും ചില തയ്യാറെടുപ്പുകൾ എടുക്കാനും നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത്.
കാരണം ഈ ഒരു പരാജയത്തിൽ ഇരിക്കാൻ പാടില്ലല്ലോ, ഇനി എനിക്ക് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ടല്ലോ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുള്ളതാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനായിട്ടൊരു പ്രാർത്ഥന നടത്തുന്നു എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അടുത്തായിട്ട് ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. വളരെ നല്ല എനർജിയാണ്. കാരണം ഈ ഒരു ദിവസം നിങ്ങൾ ഇന്ന് നിങ്ങൾ എന്താ വളരെയധികം ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ യാത്ര നിങ്ങൾക്ക് സഫലമാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം സാധിക്കും. കാരണം നിങ്ങൾ നല്ല വിൽ പവർ ഉള്ള വ്യക്തികളാണ്. നല്ലതുപോലെ മെന്റലി സ്ട്രോങ് ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വരാൻ തയ്യാറെടുത്തിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് കൊടുക്കുന്നുണ്ട്. കോൺസെൻട്രേഷൻ നല്ലതുപോലെ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യബോധം ഉള്ളത് കൊണ്ട് തന്നെ, ഒരു അവബോധമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയും നിങ്ങൾക്കൊരു നിശ്ചയദാർഢ്യമുണ്ട് ഇവിടെ. മനസ്സിലായോ? എനിക്ക് ചെന്നെത്തേണ്ടിടത്ത് ചെന്നെത്തുക തന്നെ വേണം. അതാണ് ഇവിടെ പ്രധാനമായിട്ടും. നിങ്ങളിവിടെ ഒരു ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു നിശ്ചയദാർഢ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ഇവിടെ സഫലമാകാൻ പോകുന്നുണ്ട്. ആ തീരുമാനം, ഉറച്ച തീരുമാനം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ ഈ സമയത്ത് കഴിയുന്നുണ്ട്. എന്തു വന്നാലും വേണ്ടില്ല, ഞാൻ മുന്നോട്ട്. മനസ്സിലായോ? അങ്ങനെയാണല്ലോ ചിലപ്പോ ലൈസൻസ് ഒന്നുമില്ല ചിലർ വാഹനം ഓടിക്കുമല്ലോ എന്ന് പറഞ്ഞുണ്ട്. മനസ്സിലൊരു ഭീരത ഇല്ല, ഭീരത്വം നിറഞ്ഞ മനസ്സല്ല അവിടെയുള്ളത്, ഭീരുവല്ല. അവിടെ ആ ഉള്ളിൽ ആ ഒരു പേടി ഉണ്ട് എങ്കിൽ ഒരു കാര്യത്തിൽ സക്സസ് നേടാൻ കഴിയില്ല. ഇവിടെ ഉള്ളിൽ പേടിയില്ല, മെന്റലി സ്ട്രോങ് ആണ്. അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് കാര്യങ്ങൾ സാധ്യമാകുന്നത് എന്ന് കാണുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ വളരെയധികം മനസ്സിന് വളരെയധികം ശക്തി കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും യാത്രകൾ സഫലമാകാനോ, അതുമല്ല നിങ്ങൾ ഉദ്ദേശിച്ചിരുന്ന വാഹനം വാങ്ങിക്കാനോ, അതുമല്ല വാഹനത്തിന് ലൈസൻസ് എടുക്കണം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി കാര്യത്തിൽ ഒരു സക്സസ് വരാനോ, അതുപോലെ റീയൂണിയൻ, പിണങ്ങിയിരിക്കുന്നവർ തമ്മിലുള്ള റീയൂണിയൻ സംഭവിക്കാനോ ഒക്കെയുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. വളരെ വളരെ ആവേശത്തോടു കൂടി വരികയാണ്. നിങ്ങളിലേക്ക് എന്തോ ഒരു ന്യൂസ് കൊണ്ടുവരാൻ വളരെയധികം ആവേശത്തോടു കൂടി വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇത്. കണ്ടില്ലേ? ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടോ അത് സാധ്യമാകും എന്ന് കാണുന്നുണ്ട്. എത്രയും പെട്ടെന്നാണ് നിങ്ങളിലേക്ക് ഈ ഒരു വരവ് കുതിച്ചു ചാടി വരുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം ഫാസ്റ്റ് എനർജിയാണ്. അപ്പൊ നിങ്ങളിത് നോക്കിയിരിക്കുന്നുണ്ടാകും. ഏതെങ്കിലും ഒരു വ്യക്തികൾ വന്നു ചേരാൻ നോക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് നോക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിവിടെ വളരെയധികം ആവേശത്തോടുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് വളരെയധികം സ്പീഡിൽ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളത് കാണുന്നുണ്ട്. നൈൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തിക ബാധ്യത ഉണ്ട്. സാമ്പത്തിക ബാധ്യതയിൽ നോക്കിയിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ ചിട്ടികളൊക്കെ നിങ്ങൾക്ക് നോക്കിയിരിക്കുന്നവരുണ്ടെങ്കിൽ അത് ലഭിക്കാം. ഇനി അതുമല്ല മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുള്ള സാധ്യത, ജോലി ലഭിക്കാനോ, അല്ലെങ്കിൽ ചില ചെറിയ ചെറിയ ഷോപ്പുകൾ തുടങ്ങാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ വിവാഹം നടക്കാം, വിദേശത്ത് പോകാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള ഒരു സാധ്യത വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ധാരാളമായി സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെതായ ഒരു സഫലത, അവിടെ കുറെ സന്തോഷം അനുഭവിക്കാനും സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്.
ഇവിടെ 8 ഓഫ് സോഡ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 8 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവപ്പെടുന്നുവെന്ന് കാണുന്നുണ്ട്. നിങ്ങളിവിടെ എന്തൊക്കെ കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ജീവിതം മുന്നോട്ട് നയിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ്. അപ്പൊ ഈ പ്രതീക്ഷകൾ ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ്, അത് നശിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? പ്രതീക്ഷിക്കാൻ പാടില്ലാത്തത് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ദുഃഖമുണ്ടാകുന്നു. മനസ്സിലായോ? അത് നമുക്ക് തീരാത്ത ഒരു ദുഃഖം, അല്ലെങ്കിൽ പ്രതീക്ഷ നശിച്ച ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങുമ്പോൾ ദുഃഖത്തെ ഉണ്ടാക്കുന്നു. മനസ്സിലായി? അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്തോ ഒരു മനസ്സിനെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുക, അതുപോലെ തന്നെ മറ്റ് ചിന്തകൾ, അനാവശ്യകരമായ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു. നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള, ജീവിതത്തിൽ എനിക്കൊരു ഉയർച്ച ഉണ്ടാവില്ല എന്നൊക്കെയുള്ള ചില തീരുമാനങ്ങളിൽ നിങ്ങളിവിടെ കഴിയുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ എന്തോ ഒരു അപമാനം ഫീൽ ചെയ്യുന്നത് പോലെ അല്ലെ, അഭിമാനമുള്ള വ്യക്തി ആയിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇവിടെ അപമാനം ഫീൽ ചെയ്യുന്നത്. അഭിമാനമുള്ളവർക്ക് മാത്രമേ അപമാനം ഫീൽ ചെയ്യുകയുള്ളൂ, ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് അപമാനം ഫീൽ ചെയ്യുന്നത്? അങ്ങനെ ഒരു എനർജിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മനസ്സിലായ? ഈ അപമാനം എന്ന വികാരം എവിടെ നിന്നാണോ നിങ്ങൾക്ക് ലഭിച്ചത് അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകണം. മനസ്സിലായോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിലയും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ നിൽക്കരുത്. കണ്ടില്ലേ, നിങ്ങൾക്കൊരു വില ഇല്ലാത്തടത്താണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കണ്ട. മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ടേ നിങ്ങൾക്ക് ഈ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപമാനങ്ങൾ ഒരുപാട് സഹിച്ച് നിങ്ങൾ ജീവിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടല്ലോ, ഒരുപാട് അപമാനം സഹിച്ച് ജീവിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല, മുന്നോട്ട് വരിക തന്നെ വേണം. മുന്നോട്ട് വരാൻ വഴിയുണ്ട്, നിങ്ങൾ മനസ്സിന് ധൈര്യം കൊടുത്താൽ മാത്രം മതിയാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നത് ഇതാണ് ഫിനാൻഷ്യലി ഫ്രീഡം ഇല്ലാത്ത ഒരവസ്ഥ നോക്കിയിരിക്കുകയാണ്. ഇതിനു വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കിത് ലഭിക്കുക. ഇത് ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുകയാവാം. ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇത്. നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു ഈ ഒരു കാര്യം. പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ. അതുപോലെ തന്നെ എന്തോ ആർക്കെങ്കിലും ജോലി ലഭിക്കുന്ന എനർജി ആവാം, അല്ലെങ്കിൽ സാമ്പത്തികം ലഭിക്കുന്ന എനർജിയും ആവാം. ഇത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ജോലികൾ ലഭിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒറക്കിൾ കാർഡ്സ് ഉടനെടുക്കാവേ. ക്ലിങ് ടു ദ പാസ്റ്റ് ആണ് നമുക്ക് മിക്കവാറും വരുന്നതാണ്. കാരണം നിങ്ങളുടെ ഒരുപാട് പേരുടെ എനർജി ഇതാണ്. കറേജ് ആണ്, പാർട്ടിസിപ്പേഷൻ ആണ്. ബോട്ടം വന്നിരിക്കുന്നത് സപ്രഷൻ ആണ്. സപ്രഷൻ എന്താണ് കണ്ടില്ലേ, സപ്രഷൻ ആണ്. നമുക്ക് ഇവിടെ 8 ഓഫ് സോഡിന്റെ എനർജി വന്നത് സപ്രഷൻ ആണ്. ഇവിടെ നിന്നും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരും. കണ്ടില്ലേ, അപമാനം സഹിച്ചു കഴിയുകയാണ്. മനസ്സിലായി? പരാജയ ഭീതിയാണ് ഉള്ളു നിറയെ. രക്ഷപ്പെടാൻ പറ്റുന്നില്ല, പക്ഷെ രക്ഷപ്പെട്ടേ മതിയാവൂ. മുന്നോട്ട് വരണം. അതിനായിട്ട് നിങ്ങളാണ് ശ്രമിക്കേണ്ടത്. ഇവിടെ ഒരു ജീവിതത്തിൽ ഒരു തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇവിടെ കുറെ കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് സഹിച്ച് നിങ്ങൾ ഈ ഒരു ലൈഫ് കുറേയൊക്കെ ആവുന്ന ഉടനെ ഉണ്ടല്ലോ, ഇത് അവസാനിക്കും. ഈ ഒരു എനർജി ഇത് അവസാനിക്കുന്നതാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് വരാൻ സാധിക്കും. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ആണ്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ പഴയ ചില കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. എല്ലായ്പ്പോഴും നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും നിങ്ങൾ പഴയ ചില കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എല്ലായ്പ്പോഴും. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയും, പക്ഷെ അതിലേക്ക് നിങ്ങൾ ഇനിയും പോകാൻ പാടില്ല. അനാവശ്യകരമായ ആ എനർജിയെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് എൻഡ് ആവുന്നുണ്ട് ഇവിടെ.
പക്ഷെ എൻ്റെ ആയി പോയ കാര്യങ്ങൾക്ക് കൂടി വീണ്ടും കുറച്ച് എനർജി കൊടുത്തിട്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പലപ്പോഴും നിങ്ങളുടെ മനസ്സ് തന്നെ പറയുന്നുണ്ട്, ആ വേണ്ട പോട്ടെ വിട്ട് കളഞ്ഞേക്കാം എന്ന് നിങ്ങൾ ഇന്ന് വിചാരിച്ചിട്ട് നാളെ വീണ്ടും നിങ്ങൾ അതിനെ പൊക്കിയെടുത്ത് കൊണ്ടുവരും, അല്ലേ? അങ്ങനെ ഒരു എനർജിയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ പാസ്റ്റിലെ നഷ്ടപ്പെട്ട ചില നഷ്ടബോധങ്ങളെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ചില കാര്യങ്ങളെ ഒക്കെയും വീണ്ടും വീണ്ടും ചിന്തിച്ച് നിങ്ങളുടെ എനർജി പാഴാക്കാൻ പാടില്ല. മനസ്സിലായി? ഇവിടെ കറേജാണ്. ഈ കറേജ് കൊണ്ടുവരണം. കണ്ടില്ലേ, ഇവിടെ ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് ഈ ഒരു ചെടി ഇവിടെ മുളച്ചു വന്നത്. ആരും ഇതിനെ പരിലാളിക്കാനില്ല, സ്നേഹിക്കാനും താലോലിക്കാനും ആരുമില്ല ഇവിടെ. അങ്ങനെ ഇല്ലാത്തിടത്ത് നിന്നുമാണ് നല്ലൊരു സക്സസിലേക്ക് വരാൻ കഴിയുന്നത് പല ആൾക്കാർക്കും. അതേ സമയത്ത് വളരെയധികം ഓമനിച്ച് ലാളിച്ച് കൊഞ്ചിച്ച് ഒക്കെ വളർത്തുന്ന ചില കാര്യങ്ങളാണെങ്കിലോ അവിടെ അത് കുറെ തെറ്റിപ്പിരിഞ്ഞൊക്കെ പോകും ആ ഒരു സ്നേഹബന്ധം. എന്ന് പറയുന്ന പോലെ ഇവിടെ വെറുതെ പാറക്കല്ലിന് അടിയിൽ കൂടെയാണ് ഈ ഒരു ചെടി മുളച്ചു വന്നിരിക്കുന്നത്. അതിന് ആരും സമയത്തിന് വെള്ളം കൊടുക്കുന്നില്ല, ഒന്നുമില്ല. എന്ന് പറഞ്ഞ പോലെ മനോധൈര്യമാണ് വേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. കറേജ് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. വളർന്നിട്ട് അത് പുഷ്പിക്കുന്നു. കണ്ടില്ലേ, വളരെയധികം പ്രകാശത്തിലേക്ക് സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളും സ്വയം ശ്രമിച്ചു വരണം, സ്വയം പരിശ്രമിക്കണം. എനിക്ക് വളരണം, എനിക്ക് നല്ല ഒരു വിജയിയാവണം, എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ കൊണ്ടൊന്നും പറയിപ്പിക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം, മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടാതെ എനിക്ക് തലയെടുപ്പോടുകൂടി ജീവിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും എല്ലാം സാധിക്കും. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അടുത്ത പാർട്ടിസിപ്പേഷനാണ്. എല്ലാ കാര്യങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ്, ഏത് കാര്യത്തിലും. അല്ലാതെ ഒറ്റയായിട്ട് മറ്റുള്ളവരെ എതിർത്ത് സംസാരിച്ച് അല്ലെങ്കിൽ അവരുടെ വിരോധമൊക്കെ സമ്പാദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കുറേ അധികം നിരാശയിലേക്ക് പോകും. അതുകൊണ്ട് മറ്റുള്ളവരോടും കൂടെ ചേർന്നൊക്കെ നിൽക്കുന്നതും ഏറ്റവും നല്ലതാണ്. പറ്റിയാൽ അങ്ങനെയും ചെയ്യുക. അതൊക്കെയാണ് ജീവിതത്തിന് വിജയം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.